that they're sexy. It's advertising, not art. And if you didn't know, sex sells. I want to thank you for a wonderful evening. ഫയൽ അടച്ചു വെച്ചിട്ട് ഒന്നിങ്ങോട്ട് വന്നേ. എന്താ കാര്യം? വാന്നേ, വാ. അങ്ങോട്ട് നോക്കിക്കേ, ആ സീൻ എന്ത് രസാണെന്ന്. അത് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ? ഫയൽ അടച്ചു വെച്ചിട്ട് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഈ വൃത്തികെട്ട സീൻ കാണാൻ വേണ്ടിയായിരുന്നോ? എനിക്കിതൊന്നും ഇഷ്ടമല്ല. ചെയ്തു തീർക്കാൻ ഒരുപാട് ജോലിയുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും 24 മണിക്കൂറും പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ. കെട്ടികളെ കുറിച്ച് എന്തെങ്കിലും ആലോചനയുണ്ടോ? എനിക്ക് വേണ്ടി സമയം ചെലവാക്കാൻ ഒട്ടുമില്ല നിങ്ങൾക്ക്. പകല് മുഴുവൻ കേസും കോടതിയുമായിട്ട് നടന്നിട്ട് രാത്രി വന്ന ഫയലും പുസ്തകമായിട്ട് ഗുസ്തി മറിച്ചല്. ഇതെന്തൊരു ജീവിതമാണ്? നിനക്കെന്താ ജീവിതത്തിൽ ഇത്ര വലിയ പ്രശ്നം? നീ വലിയ ആഡംബരത്തിൽ തന്നെയാണല്ലോ കഴിയുന്നത്. സകല സൗഭാഗ്യങ്ങളും ഞാൻ നിനക്ക് തരുന്നില്ലേ? നിന്റെ ഈ സന്തോഷകരമായ ജീവിതം വേറെ ഏത് സ്ത്രീകൾക്കാ ലഭിക്കുക? അത് മനസ്സിലാക്കത്തെന്താ? അയ്യോ, അതുകൊണ്ടായില്ല. ഒരു ഭാര്യ സുഖത്തോടെയും സന്തോഷത്തോടെയും കഴിയാൻ ഇതൊന്നും പോരെന്നേ. പണം ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രധാന കാര്യം. ജോലിയൊന്നുമില്ലാതെ വീട്ടിലിരുന്നാലേ നമ്മുടെ ദൈനംദിന കാര്യത്തിന് ബന്ധുക്കളോ സുഹൃത്തുക്കളോ നമ്മളെ സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പണമില്ലാന്നുണ്ടെങ്കിൽ ഒരാളും നമ്മളെ തിരിഞ്ഞു നോക്കില്ല. സ്വന്തം ഭാര്യയായ നീ പോലും വകവെക്കില്ല. ശരി, ഈ ഫയല് നോക്കുന്നതൊക്കെ എനിക്ക് വേണ്ടിയാണെന്ന് സമ്മതിച്ചു. നിനക്ക് വേണ്ടതെല്ലാം തരുന്നില്ലേ? തരുന്നില്ലെന്നോ? അതുകൊണ്ടായില്ലല്ലോ. എനിക്ക് വേറൊന്നും വേണ്ടേ? നിനക്കിനി എന്താ വേണ്ടത്? ഈ ഓവർ ആക്ടിങ് എനിക്ക് പിടിക്കാത്തത്. സമ്പാദിക്കുന്ന കാലത്തെ നന്നായിട്ട് സമ്പാദിക്കാൻ പറ്റൂ. സമ്പാദിച്ചില്ലെങ്കിൽ അവസാന കാലം തെണ്ടേണ്ടി വരും. അത് ആസ്വദിക്കാനായിട്ട് നിങ്ങളെന്താ എനിക്ക് പിള്ളേരെ തന്നിട്ടുണ്ടോ? ഓഹോ, നിന്റെ ഈ തർക്കികളൊന്നും നിർത്തുവോ? എനിക്ക് കുറെ ജോലി ചെയ്ത് തീർക്കാനുണ്ട്. നീ ഒന്ന് പോയി കിടന്നേ. അതെ അതെ, നിങ്ങൾക്ക് കേസും കോടതിയാ മുഖ്യം. പിന്നെന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? ആ പുസ്തകത്തെ തന്നെ കെട്ടായിരുന്നില്ലേ? അല്ല, നിന്നോടല്ലേ മിണ്ടായിരിക്കാൻ പറഞ്ഞേ? ഇത് വല്ല പാട് തന്നെ. കെട്ടിയ പെണ്ണിനെ സന്തോഷിപ്പിക്കണമെന്ന് ഉദ്ദേശവും ആഗ്രഹവും വിധി അതല്ലേ വഴിയുള്ളൂ. പ്രിയേ, എന്റെ വിലപ്പെട്ട സമയം നീ നഷ്ടപ്പെടുത്തരുത്. നിന്റെ പെരുമാറ്റത്തിൽ എനിക്ക് സംശയമുണ്ട്. നീ ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണണം. ഞാൻ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോവാൻ എനിക്ക് ഭ്രാന്തൊന്നും പിടിച്ചിട്ടില്ല. എനിക്കല്ല ഭ്രാന്ത്, അത് നിങ്ങൾക്കാ പണഭ്രാന്ത്. ഏയ്, വാട്ട് ആർ യു ഡൂയിങ്? എന്താ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? ദൈവമേ, ഈ ഡോക്യുമെന്റ്സ് ഞാൻ എന്ത് ചെയ്യും?